നീറ്റ് പരീക്ഷാ ഫലക്രമക്കേടിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് നിർദ്ദേശവുമായി സുപ്രീം കോടതി. വീഴ്ച അംഗീകരിച്ച തെറ്റുതിരുത്തണം, കുട്ടികളുടെ പരാതി അവഗണിക്കരുതെന്നും 2 ആഴ്ചയ്ക്കുള്ളിൽ NTA മറുപടി നൽകണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നു. RK, സുപ്രീം കോടതി വളരെ പ്രധാനപ്പെട്ട ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. നമുക്കറിയാം, ബീഹാർ പോലീസ് ഇതിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ചില നിർണായക അറസ്റ്റുകളും കണ്ടെത്തലുകളും ഒക്കെ നടത്തിയിട്ടുണ്ട്. ഇപ്പോഴും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഇതിൽ വീഴ്ചയുണ്ടായിട്ടില്ല എന്നാണോ പറയുന്നത്? സുപ്രീം കോടതിയുടെ അനുമാനം അപ്രകാരമാണ്, വിജയൻ. കാരണം കോടതി അതിൽ ചൂണ്ടിക്കാട്ടുന്നത് 0.0001% തെറ്റാണെങ്കിൽ പോലും ആ തെറ്റ് അംഗീകരിച്ചേ മതിയാകൂ എന്നാണ് കോടതി പറയുന്നത്. അസന്നിഗ്ധമായി ഇക്കാര്യം വ്യക്തമാക്കിക്കൊണ്ട് കോടതി നിർദ്ദേശിക്കുന്നത് ആദ്യം തെറ്റ് അംഗീകരിക്കാനായിട്ട് NDA തയ്യാറാകണം എന്നതാണ്. അതിനുശേഷം NDA ഈ വിഷയത്തിൽ ഫലപ്രദമായിട്ടുള്ള തിരുത്തൽ നടപടികൾ സ്വീകരിക്കണം. ആ തിരുത്തൽ നടപടികൾ എന്നുള്ളത് NDAയുടെ വിശ്വാസ്യത നിലനിർത്താൻ തന്നെ അനിവാര്യമാണ്. അതിന് തയ്യാറാകാത്ത ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഇതിനെല്ലാം ഉത്തരവാദികളാകുന്നവരുടെ കൂട്ടത്തിൽ NDAയുടെ പങ്കും പരിഗണിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരും. അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് കുട്ടികൾ നൽകുന്ന പരാതികൾ സമയബന്ധിതമായിട്ട് ഒരു മുൻവിധിയും കൂടാതെ പരിശോധിക്കണം എന്നുള്ളതാണ് കോടതിയുടെ നിർദ്ദേശം. അത് 2 ആഴ്ചയ്ക്കുള്ളിൽ അത്തരത്തിൽ പരിശോധിച്ച് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറുപടി കോടതി അറിയിക്കണം എന്നും വ്യക്തമാക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് നടപടികളുമായി ബന്ധപ്പെട്ടിട്ട് 2 ആഴ്ചയ്ക്കുള്ളിൽ തീരുമാനം കൈക്കൊണ്ട് കോടതിയെ അറിയിക്കാനായി ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇവിടെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം അതിൻ്റെ വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ കഴിഞ്ഞ ദിവസം ഇതിൽ ചില വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞിരുന്നു. അപ്പോൾ കോടതിക്ക് മുന്നിൽ ഇതിനോടകം അതിൻ്റെ ഒരു ചിത്രം ലഭ്യമായിട്ടുമുണ്ടാകാം. എന്തുകൊണ്ടായിരിക്കും NDA ഇക്കാര്യത്തിൽ വീഴ്ചകൾ ഏറ്റുപറയാതിരിക്കുന്നത്, അത് തിരുത്താതിരിക്കുന്നത്? അതിനെന്തെങ്കിലും കാരണമുണ്ടോ? ഉദ്യോഗസ്ഥരുടെയൊക്കെ ഭാഗത്ത് വീഴ്ച പറ്റി എന്നത് ഏറെക്കുറെ ഇപ്പോൾ ഉറപ്പിച്ചിട്ടുണ്ടല്ലോ. അക്കാര്യമാണ് കോടതി പറയുന്നത്. ഒരു വലിയ മഞ്ഞുമല, ആ മഞ്ഞുമലയുടെ ചില അറ്റങ്ങൾ മാത്രമാണ് കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളതെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ പൂർണ്ണ വ്യക്തത വരുത്താനായി ഈ വിഷയത്തിൽ പരാതി ഉന്നയിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവകാശമുണ്ട്. ആ വിദ്യാർത്ഥികളുടെ അവകാശത്തെ അവർ നൽകുന്ന പരാതികളെ അവഗണിച്ചുകൊണ്ട് തടയാനായിട്ടുള്ള ശ്രമമാണ് NDA ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന സമീപനം വഴി ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അത് അനുവദിക്കാനായിട്ടാകില്ല. വിദ്യാർത്ഥികൾക്ക് ഇക്കാര്യത്തിൽ വളരെ വ്യക്തമായിട്ടുള്ള അവകാശമുണ്ട്. ആ അവകാശം എന്നുള്ളത് വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠനവുമായി ബന്ധപ്പെട്ടും ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ടും ഉള്ള എല്ലാ കാര്യങ്ങളും അറിയാനും ബോധ്യപ്പെടാനും അക്കാര്യത്തിൽ അവരുടെ എതിർപ്പുകൾ ഉന്നയിക്കാനും ഉള്ള അവകാശമാണ്. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ് അവർ നടത്തുന്നത്. അതിനെ ആ അർത്ഥത്തിൽ കണ്ടേ മതിയാകൂ എന്ന് കോടതി വ്യക്തമാക്കുന്നു. പരാതികളെ അവഗണിക്കാനാണ് ശ്രമിക്കുന്നത് എന്ന തോന്നൽ ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഉള്ള ഒരു സമീപനം പാടില്ല. സമയബന്ധിതമായി വിദ്യാർത്ഥികൾ നൽകുന്ന പരാതികൾ പരിഗണിക്കുകയും അക്കാര്യത്തിൽ അതിന്മേൽ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തേ മതിയാകൂ എന്നുള്ളതാണ് കോടതി പറയുന്നത്. എന്നാൽ മാത്രമേ ഈ പരീക്ഷാ സമ്പ്രദായത്തിന്റെ വിശ്വാസ്യതയെ കാക്കുന്ന വിധത്തിലേക്ക് നടപടികൾ സ്വീകരിക്കാൻ NDAയ്ക്കും സാധിക്കൂ. ഇക്കാര്യത്തിൽ ഒരു മുൻവിധിയും വേണ്ട എന്ന് കോടതി പറയുന്നുണ്ട്. തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് അംഗീകരിച്ചേ മതിയാകൂ എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് കോടതി ഈ നിർദ്ദേശങ്ങളിലേക്ക് കടക്കുന്നത്. 2 ആഴ്ചയ്ക്കുള്ളിൽ ഏതായാലും NDAയും കേന്ദ്ര സർക്കാരും ഈ വിഷയത്തിൽ നിലപാട് സുപ്രീം കോടതിയിൽ രേഖാമൂലം വ്യക്തമാക്കണം. വിജയ്, 2 ആഴ്ചത്തെ സാവകാശമാണ് കേന്ദ്ര സർക്കാരിനും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്കും സുപ്രീം കോടതി നൽകിയിരിക്കുന്നത്. ഇക്കാര്യത്തിൽ വിശദീകരണം നൽകാൻ, തെറ്റു പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഏറ്റുപറയണം, തിരുത്തൽ നടപടികൾ ഉണ്ടാകണം, പരീക്ഷയ്ക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്ത കുട്ടികളുടെ പരാതി അവഗണിക്കരുത് എന്നാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയെ സുപ്രീം കോടതി ഇപ്പോൾ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത്. രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ.